ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടും അതുപോലെ തന്നെ കൃഷി അതുപോലെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ കാപട്യം വന്നു പോവുകയാണ്, ഒക്കെ മറന്നു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞത് ലൗ തദൂമൂന അലാമാ തകൂനൂന ഇൻദി വഫീ ദിക്രി തസാഹബത്തുൽ മലായികത്തു യാന, നിങ്ങൾ എന്റെ സന്നിധിയിൽ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, അതുപോലെ സദാസമയത്ത് നിങ്ങൾ ദിക്ർ തന്നെ നിരതരായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാപട്യം വരില്ല എന്ന് മാത്രമല്ല, മലക്കുകൾ നിങ്ങളെ തുറന്ന സ്ഥലത്ത് വന്നുകൊണ്ട് നിങ്ങളെ മുസാഹബത്ത് ചെയ്യും ഹംദല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു ശക്തമായ ഒരു വ്യക്തിത്വം നമ്മെ സഹായിക്കാനുണ്ടാവുക എന്നുള്ളത് ദിക്റിന്റെ മാർഗത്തിൽ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് ദിക്ർ ചെയ്യുന്ന സമയത്ത് ദിക്റിന് ശക്തി കിട്ടാൻ മഹാന്മാരായ മശായിഖന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമായിരുന്നു മഹാന്മാരായ സഹാബാക്കൾക്കുണ്ടായിരുന്നു. ആ സാന്നിധ്യം തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രതിനിധികളായ മഹാന്മാരായ സഹാബാക്കൾ, അതിനുശേഷം താബിഈങ്ങൾ, മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ ദിക്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിനന്നാസി മഫാത്തിഹ ലിദിക്രില്ലാഹ് ഇദാ റുഊ ദിക്റുല്ലാഹ്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചില മഹാന്മാരുണ്ട്, അവര് ദിക്റിന്റെ താക്കോൽ സ്ഥാനത്താണുള്ളത്. അവരെ കണ്ടു കഴിഞ്ഞാൽ ദിക്ർ ശരിക്കും ചാലുവായി തുടങ്ങും. അതാരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അപ്പൊ ഔലിയാക്കൾ, മഹാന്മാരായ മശായിഖന്മാർ, അവരെ കാണുന്നതിനായി ഈ ദിക്ർ ശരിക്കും അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനും മറ്റു ദുഷിച്ച ചിന്തകളൊക്കെ ഒഴിവായി കിട്ടാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിഫാഖ് ഒഴിവാകാനും ദിക്ർ നിരന്തരം നിലനിൽക്കാനും മഹാന്മാരായ മശായിഖന്മാരെ സാന്നിധ്യം ഇതിനാണ്. മഹാനായ ഔസുലൊക്കെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ദിക്ർ ഏത് ദിക്റാണ് വേണ്ടത്, അത് ഇനി വിശദീകരിക്കാൻ കൂടുതൽ സമയമില്ല, അതൊക്കെ പറയേണ്ടതായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവർകൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ റസൂലുള്ളാഹ് ദുല്ലനി അലാ ഖർബി തുർഖിലല്ലാഹ് വഅസ്ഹലിഹാ ലൽ ഇബാദ് വഅഫ്ളലിഹാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് അല്ലാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ളൊരു മാർഗം എന്താണ്? എന്റെ നിഫാഖും മറ്റു ഒഴിവായി അല്ലാഹുവിന്റെ ചിന്ത ശരിക്കും 100% വന്നു കിട്ടാനുള്ള മാർഗം എന്ത് എന്ന് ചോദിച്ചു. അതെനിക്കെന്ന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും എളുപ്പമുള്ളൊരു പണി എനിക്ക് പറഞ്ഞു തരണം. നേരത്തെ പറഞ്ഞ പോലെ ഈ യാസീൻ കാണാപ്പാടാക്കി ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ഇസുൽ ബഹറും ഇസ്മുൻ നസ്റോ കൊട്ടാ ദിക്ർ ചെല്ലാറും ചിലപ്പം കഴിഞ്ഞോളുന്നില്ല. അപ്പൊ എളുപ്പമുള്ളൊരു പരിപാടി വേണം. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളതായി മാറണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അലി അലൈക ബിമുദാവമത്തി ദിക്രില്ലാഹി അസ്സ വജല്ല സിർറൻ വജഹ്റാ. അലിയോ അലി, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിനെ സിറായും ജഹ്റായും പതിവാക്കിക്കൊണ്ടേ നടക്കുക. സിറായി പതിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൽബ് കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ സദാസമയത്തും അള്ളാഹുവിന്റെ ദിക്ർ വേണം. പിന്നെ പരസ്യമായിട്ട് തന്നെ നാവ് കൊണ്ടും ഈ ഹൃദയത്തിൽ സഹായിക്കാൻ ദിക്ർ വേണം. ഇതാണ് വേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാൻ ആ ദിക്ർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് 3 പ്രാവശ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്ത് തൗഹീദ് ശരിക്കും ചൊല്ലിപ്പിച്ച് ഇതാണ് നീ കൊണ്ടുനടക്കേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അതാണ് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാത്തിന്റെയും അടിസ്ഥാനതാണ്. നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, വഴിന്ന് കല്ലും കരടും നീക്കം ചെയ്യാൻ എല്ലാ സുഹൃതങ്ങളും എല്ലാത്തിന്റെയും അടിസ്ഥാനം പരിശുദ്ധമായ കലിമത്ത് തൗഹീദാണ്. ഒന്നാമത്തെ സംഗതി അത് ശരിക്കും ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഉറച്ചു കിട്ടും. ഒന്നാമത്തെ സംഗതി ശ്രദ്ധല്ല. ഞാൻ പരിശുദ്ധമായ കലിമയിലേക്ക് ശ്രദ്ധ ഇല്ലാതെ ബാക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇതേപോലെ വെറും മയ്യത്തായിക്കൊണ്ട് ശവമായിക്കൊണ്ട് നിഫാഖ് ഒരു തരം നിഫാഖായിക്കൊണ്ട് മാറുന്നു. എന്താ കാര്യം മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാകും. കലായത് ജവാഹിർ മഹാനായ എന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ശരിക്കും പരമ്പര ചെന്നെത്തുന്ന യഥാർത്ഥ ഒരു ശൈഖിൽ നിന്ന് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഏറ്റുവാങ്ങിയിട്ടില്ല എങ്കിൽ മരിക്കുന്ന സമയത്ത്
പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് മനസ്സിൽ ഹാജരായി കിട്ടാൻ വളരെ പ്രയാസമാണ്. നേരെ മറിച്ച് മഹാന്മാരുടെ പരമ്പരയിൽ നിൽക്കുന്ന ഒരു ശൈഖിൽ നിന്ന് ഈ കലിമത്ത് തൗഹീദ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് അവന് ഓർമ്മ കിട്ടുമെന്ന് മഹാനായ ഔസുലാദം പറഞ്ഞതാണ്. മഹാനായ ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞു, ഖിലാഫി മല്ലം യതലക്കൻ, ഈ തരീഖത്തിൽ നിന്ന് ശൈഖിൽ നിന്ന് കലിമത്ത് തൗഹീദ് ഏറ്റുവാങ്ങാത്ത ആളുകൾക്ക് ഇത് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്ന് മഹാനായ ഇമാം ഷാറാനി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കാനും അർഹമുർ റഹീമീന റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം നന്നായി കിട്ടുക, നമ്മുടെ കുടുംബങ്ങൾ നന്നായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സംഗതി വേറല്ല. ഒരു മനുഷ്യനെ പറ്റി മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുക മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഒരാള് ദിക്ർ ചെയ്യുന്ന ആള് ദിക്ർ ചെയ്യാത്തവനും ഹയ്യും മയ്യത്തുവാണെന്ന് പറഞ്ഞ മാതിരി ശവപ്പറമ്പ് പോലുള്ള വീടുണ്ട്, മരിച്ച വീട് എന്ന് പറഞ്ഞ വീടുണ്ട്. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം മുസ്ലിം തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, മസലുൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി വല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി കമസൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാത്ത വീട്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീട്, രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്ന് മരിച്ച വീടാണ്, മറ്റേത് ജീവനുള്ള വീടാണ്. ആകാശലോകത്ത് മലക്കുകൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ മാനത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന കാണുന്ന പോലെ മലക്കുകൾ കീഴ്പോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മരിക്കാത്ത വീടുകൾ, ജീവനുള്ള ആളുകളുടെ വീടുകൾ, ആ വീട്ടുകളിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റത് 800 കെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മരിക്കുന്ന സമയത്ത് പോലും ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം പൂർത്തിയാക്കിയിട്ടില്ല. എന്താ മഹാനായ അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു ഹറമിൽ നിന്ന് ബാബു ബനു ശൈബ ആ വാതിലൂടെ പോകുമ്പോൾ നിരന്തരം ദിക്ർ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നിരുന്നു ഞാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പിന്നൊരിക്കൽ രാവിലെ പോകുമ്പോൾ മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവിടെ യാത്ര ചെയ്തു. ഏതെല്ലാം ബൈക്ക് പോയി, ബഗ്ദാദ് പോയി, റാബിയ ബീന്റെ അവിടെ പോയി, ചെറുപ്പക്കാരൊപ്പം നടന്നു, ഒരുപാട് സംഭവം കഴിഞ്ഞു. ഇപ്പൊ അത് പൂർത്തിയാക്കിയത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു മരിക്കുന്ന സമയത്ത്. അപ്പോ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വിഷമം, ഇദ്ദേഹം മരിച്ചു പോകാനോ. അപ്പോ ഒന്ന് മോദക്ക് നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചിരിക്കുക. ആരും മരിച്ചു കിടക്കുന്ന ആളാ ചിരിക്കണത്, ചിരിച്ച്. അപ്പോ സുബ്ഹാനല്ലാഹ്, എന്താ മരിച്ച ആളാ ചിരിക്കണത്? ആര്? അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു അൻഹു. നീ മരിച്ചിട്ടില്ലേ? മയ്യിത്താണോ അതോ ജീവനാണോ? അപ്പോ മഹാനായ അബൂ സഈദ് ഖറാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഞാൻ ജീവനുള്ളവൻ തന്നെയാണ്. എല്ലാ അല്ലാഹുവിന്റെ മുഴുവൻ മുഹിബ്ബീങ്ങളും ദാക്കിരീങ്ങളും അവരൊക്കെ ജീവനുള്ളവരാണ്. ഔലിയാഉല്ലാഹി ലാ യമൂതൂൻ, അവര് മരിക്കണില്ല. വൽ യന്തഖുലു മിൻ ദാരിൻ ഇലാ ദാർ, അവര് ഇവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നാൽ നീങ്ങിപ്പോവുക എന്നുള്ളതുള്ളൂ എന്ന്. അപ്പോ അബൂ സഈദ് ഖറാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, സംഗതിപ്പോ ഇവിടെ ബാക്കി സ്റ്റേഷനറികളൊക്കെ ചെയ്യേണ്ട ആൾ തന്നെയാണ്. നമ്മളിപ്പോ അങ്ങനെ ആളെ കണ്ടാൽ വേഗം അങ്ങോട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുക, അതിന്റെ ആവശ്യമില്ല. സംഗതി മനസ്സിലായി. അപ്പൊ യഥാർത്ഥ ആൺകുട്ടികളാണ് അവര്, യഥാർത്ഥ ജീവനുള്ള ആളുകളാണ് അവര്. അള്ളാഹു അക്കൂട്ടത്തിൽ പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സംഗമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇഖ്ലാസോടുകൂടി ഒരുമിച്ച് കൂടി നല്ല റാഹത്തായിക്കൂടി നല്ല നിയ്യത്തോടുകൂടി പിരിഞ്ഞു പോകാൻ അർഹമുർ റഹീമീന റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീന തമ്പുരാനെ, ഞങ്ങൾ നിന്റെ യഥാർത്ഥ ദാഖിലീങ്ങൾ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീന റബ്ബ് ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നിന്റെ യഥാർത്ഥ ദാഖിലീങ്ങളിലും നിന്റെ മുഹിബ്ബീങ്ങളിലും മൂമിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീന റബ്ബ് ഞങ്ങൾ ഈ സംസാരിച്ച കാര്യങ്ങൾ കൊണ്ട് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും ഉപകാരപ്പെടുന്ന കൂട്ടത്തിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീന റബ്ബ് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കാര്യങ്ങളുടെ അതുപോലെ ഞങ്ങളിലേക്ക് നീ ഏൽപ്പിക്കരുത് തമ്പുരാനെ. പരിപൂർണമായി നിനക്ക് വേണ്ടി കൊയഞ്ഞ് ദിക്ർ ചെയ്യാനുള്ള അവസരവും സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പരിപൂർണമായി നിന്നിലേക്ക് ഞങ്ങൾ നീ അടുപ്പിക്കണേ തമ്പുരാനെ. അതിനുള്ള തടസ്സമാവുന്ന മുഴുവൻ കാര്യങ്ങൾ നീ മാറ്റി നിർത്തി